ഇന്ന് നമ്മൾ പഠിക്കുന്നത് പ്രോസ് സെക്ഷനിൽ വരുന്ന ഒരു എസ്സേ ആണ്. എ ലിറ്റിൽ ബിറ്റ് ഓഫ് വാട്ട് യു ഫാൻസി. എ ലിറ്റിൽ ബിറ്റ് ഓഫ് വാട്ട് യു ഫാൻസി. ഇത് എഴുതിയിട്ടുള്ളത് ഡെസ്മണ്ട് മോറിസ് ആണ്. ഡെസ്മണ്ട് മോറിസ് ഇദ്ദേഹം ഒരു ഇംഗ്ലീഷ് സുവോളജിസ്റ്റ് ആണ്. ഇദ്ദേഹം നമ്മുടെ മൃഗങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ജീവികളെക്കുറിച്ചും ഒക്കെ പഠിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇംഗ്ലീഷ് സുവോളജിസ്റ്റ് ആണ്. ഇദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് ദ നേക്കഡ് ആപ്പ്. അതുപോലെ തന്നെ ഹ്യൂമൻ സൂ എന്ന് പറയുന്നതും ഇദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ബുക്കുകളാണ്. അപ്പോൾ ഈ സയന്റിഫിക് എസ്സേയിൽ നമ്മൾ എസ്സേയുടെ പല കാറ്റഗറി പഠിച്ചിരുന്നു. ഇതൊരു സയന്റിഫിക് എസ്സേ ആണ്. ഈ സയന്റിഫിക് എസ്സേയിൽ പറയുന്നത് ഫുഡ് ഹാബിറ്റ്സിനെ കുറിച്ചാണ്. അതായത് നമ്മൾ ഇന്ന് പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട്, എന്നാലും നമ്മൾ അസുഖം വന്നൊക്കെ മരിക്കുന്നൊക്കെയുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഇല്ലെങ്കിൽ എങ്ങനെ വേണം നമ്മുടെ ഫുഡ് ഡയറ്റ് അല്ലെങ്കിൽ ഫുഡുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് നമ്മളിതിൽ പറയുന്നത്. ഓദർ ഇതിൽ ഒരു ക്രിട്ടിക്സ് ആണ്, ഒരു വിമർശിച്ചുകൊണ്ടുള്ള ഒരു എസ്സേ ആണിത്. എബൌട്ട് ഫുഡ് ഫാഡിസം ആൻഡ് ഫുഡ് ഫാസിസം. ഫുഡ് ഫാഡിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണത്തോടുള്ള ഒരു അധിനിവേശം, അതായത് ക്രേസി അബൌട്ട് ഫുഡ്. ചിലവർക്ക് ഇങ്ങനെയുള്ള ഷവർമ പോലെയുള്ള ജങ്ക് ഫുഡ്സിനോട് വളരെയധികം ആധിപത്യമായിരിക്കും, ഭയങ്കര അധിനിവേശമായിരിക്കും, അത് കിട്ടിയാലേ പറ്റുള്ളൂ എന്നുള്ള ഒരു വല്ലാത്ത ആർത്തി ഉണ്ടാവാം. അതുപോലെ തന്നെ ഫുഡ് ഫാസിസം, അതായത് നമ്മൾ ഡയറ്റ് എന്നുള്ള പേരിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്, എന്നിട്ടും നമ്മൾ തടി കുറയുന്നുണ്ടാവില്ല, അങ്ങനെയൊക്കെ ആവുന്നുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ചാണ് നമ്മളോട് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ലൈഫിലെ തന്നെ ഒരു ഇൻസിഡന്റ് വെച്ചിട്ടാണ് ഇത് കമ്പയർ ചെയ്ത് പറയുന്നത്. ഓക്കെ, നമുക്ക് എസ്സേയിലേക്ക് പോവാം. ഇറ്റ് വാസ് എ മീൽ ടു മേക്ക് എ ഫുഡ് ഫാഡിസ്റ്റ് സോൺ away in horror. My mother was piling her plate with a greasy, fatty fry upon a mixed grill and tucking in with gusto. When I say with gusto, I mean she was eating with the urgent pleasure of a predator at a kill. Although she was born during the reign of Queen Victoria, she was more in tune with the robust food pleasures of the 18th century. When a feast was a feast and nobody was heard about the health foods, diet regimes and table etiquette that demanded you chew each mouthful 32 times before swallowing. ഓക്കെ, ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ മദർ, അതായത് നമ്മുടെ ആരുടെ, ഓദറിന്റെ ഡെസ്മണ്ട് മോറിസിന്റെ മദർ ഭക്ഷണം കഴിക്കുന്ന ഒരു ഇൻസിഡന്റ് ആണ് നമ്മളോട് ആദ്യം പറയുന്നത്. ഒരു ഫുഡ് ഫാഡിസ്റ്റിന്, ഫുഡ് ക്രേസി ആയിട്ടുള്ള ഒരാളുടെ മുമ്പിൽ ഫുഡുള്ള വെക്കുന്ന കാഴ്ച എന്ന് പറയുന്നത് വളരെ ഹൊറിബിൾ ആണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ പറയാണ്, മൈ മദർ, എൻ്റെ മദർ എന്ത് ചെയ്യാണ്, പ്ലേറ്റ് നിറയെ ഒരു കൂന കൂട്ടിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് കൂന കൂട്ടിയിട്ടുള്ളത്? ഗ്രീസി ഫുഡ്, അതായത് ഭയങ്കര ഓയിലി ആയിട്ടുള്ള, ഒരുപാട് ഇങ്ങനെ ഗ്രീസി സോസ് ഒക്കെയുള്ള, ഫാറ്റി ആയിട്ടുള്ള, ഫാറ്റ് നിറഞ്ഞിട്ടുള്ള മാംസങ്ങൾ, അതുപോലെ ഫ്രൈ ചെയ്തിട്ടുള്ള ഫുഡുകൾ, ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ മദറിന്റെ പ്ലേറ്റിൽ നമുക്ക് കാണാൻ പറ്റുക. പൈലിംഗ് ഹെർ പ്ലേറ്റ്, അതായത് ഇങ്ങനെ കൂന കൂട്ടിയിരിക്കുകയാണ് വിത്ത് ഗ്രീസി, ഫാറ്റി ആൻഡ് ഫ്രൈ അപ്പ് ഓഫ് എ മിക്സ്ഡ് ഗ്രിൽ ആൻഡ് ടക്ലിംഗ് വിത്ത് ഗസ്റ്റോ. അതിങ്ങനെ ഒരു അധിനിവേശത്തോടു കൂടി അതിനോട് ഇങ്ങനെ അടുത്തിരിക്കുന്ന മദറിനെയാണ് നമുക്ക് കാണാൻ പറ്റുക. ആ ഭക്ഷണം കഴിക്കുന്ന രീതി കാണുമ്പോൾ ഇദ്ദേഹത്തിന് തോന്നുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അദ്ദേഹത്തിന്റെ മദർ ഒരു ഇരയെ കിട്ടിയ ഒരു ജീവി, അതായത് ഫോർ എക്സാമ്പിൾ ഒരു പല്ലി ഒരു പ്രാണിയെ പിടിക്കുന്നതും ഇല്ലെങ്കിൽ ഒരു സിംഹം തന്റെ ഇരയായിട്ടുള്ള മാനിനെ പിടിക്കുന്നതും ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഒരു പ്രിഡേറ്റർ, ഒരു ജീവിയെ കൊല്ലുമ്പോൾ കിട്ടുന്ന ആ ഒരു പ്ലഷറാണ് ഇദ്ദേഹത്തിന്റെ മദറിന്റെ ഫേസിൽ കാണാൻ പറ്റുന്നതെന്നാണ് പറയുന്നത്. എന്നിട്ട് പറയാണ്, ഷി വാസ് ബോൺ ഡ്യൂറിങ് ദ റെയിൻ ഓഫ് ക്യൂൻ വിക്ടോറിയ. അതായത് ക്യൂൻ വിക്ടോറിയയുടെ പീരീഡിൽ, അതായത് 18th സെഞ്ചുറിയിലാണ് ഇദ്ദേഹത്തിന്റെ മദർ ജനിച്ചിരിക്കുന്നത്. ഓക്കെ, ക്യൂൻ വിക്ടോറിയന്റെ പീരീഡ്. അതുകൊണ്ട് തന്നെ ഒരു ഫുഡ് പ്ലഷർ, ആ 18th സെഞ്ചുറിയിലെ ആൾക്കാരുടെ രീതി എന്ന് പറയുന്നത്, വെൻ എ ഫീസ്റ്റ് വാസ് എ ഫീസ്റ്റ്, ഒരു ഉത്സവമാണെങ്കിൽ അത് ഉത്സവമാണ്. നോബഡി ഹേർഡ് അബൌട്ട് ഹെൽത്ത് ഫുഡ് ഡയറ്റ് റെജീംസ് ഓർ ടേബിൾ എറ്റിക് ദാറ്റ് ഡിമാൻഡഡ് യു ടു ച്യൂ ഈച്ച് മൗത്ത് ഫുൾ 32 ടൈംസ് ബിഫോർ സ്വാലോയിങ്. അതായത് ക്യൂൻ വിക്ടോറിയ പീരീഡിൽ 18th സെഞ്ചുറിയിലൊക്കെ ഇവർ ഭക്ഷണം കഴിച്ചിരുന്ന രീതിയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുക. അതായത് അവിടെ ഒരു ഉത്സവമാണെങ്കിൽ ഉത്സവമാണ്. അന്നത്തുള്ള ആൾക്കാർക്ക് ഈ ഡയറ്റ്, എന്താണ് ഡയറ്റ്, നമ്മളിന്ന് തടി കുറക്കാനും ആരോഗ്യം ഉണ്ടാവാനും ഡയറ്റ് ചെയ്യും.
അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ കേട്ടിട്ട് പോലുമില്ല. മാത്രമല്ല പിന്നെന്താണ് ഹെൽത്ത് ഫുഡ് എന്ന് പറഞ്ഞിട്ട് നമ്മളിന്ന് ഹെൽത്ത് ഡ്രിങ്കുകളുണ്ട്, അതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രോട്ടീൻ ഐറ്റംസ് ഉണ്ട്, ഇതൊക്കെ നമ്മൾ കഴിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഹെൽത്ത് റിലേറ്റഡ് ഫുഡ് ഇല്ലെങ്കിൽ ഡയറ്റ് റെജീംസ് ഇല്ലെങ്കിൽ ടേബിൾ എറ്റീക്ക്, അതായത് ടേബിൾ മാനേഴ്സ് ഇൻക്ലൂഡിങ് എന്താണ് നമ്മളൊരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് വായിലിട്ടൊരു 32 തവണ ചവച്ച് വേണം ഇറക്കാൻ എന്നാണ് പറയാറ്. പക്ഷേ എന്താണ് ഇവരിതൊന്നും കേട്ടിട്ട് പോലുമില്ല. പകരം അവരെന്താ ചെയ്യുന്നത്, എടുത്ത ഉടനെ വിഴുങ്ങി കഴിക്കുകയാണ്. അത് ദഹിക്കാനോ സ്വാലോ ചെയ്യാനുള്ള സമയം പോലും, അതായത് ചവയ്ക്കാനുള്ള സമയം പോലും ഇവർ കൊടുക്കാറില്ല. അപ്പം എന്താണ് വിക്ടോറിയൻ പീരീഡിൽ അദ്ദേഹം പറയാണ് ഇദ്ദേഹത്തിന്റെ മദറും ആ ഒരു പീരീഡിലാണ് ജനിച്ചത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്താണ് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എല്ലാ ഫുഡും കഴിക്കും, ഒരു ഹെൽത്ത് കൺസേണും ഇല്ലാണ്ട്. ഹെൽത്ത് ഫുഡ്, ഡയറ്റ് റെജീംസ്, ടേബിൾ എറ്റിക്നൊന്നും ഇവർ കേട്ടിട്ട് പോലും ഇല്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റാൻസ. Watching her in action and trying my best to match her appetite, I glibly remarked that if she kept ignoring the words of wisdom of health gurus and diet experts, she would die young. This may sound like a cruel thing for a son that I have said to his mother, but the fact that she was in her 99th year at the time of the meal in question helps to put my remark into പെർസ്പെക്റ്റീവ്. എന്നിട്ട് പറയാണ് ഇദ്ദേഹത്തിന്റെ ആ സ്ത്രീയുടെ മകനാണല്ലോ നമ്മുടെ ഓഥർ ഡെസ്മണ്ട് മോറിസ്. പറയാണ് ഞാൻ അമ്മയുടെ ഭക്ഷണ രീതിയോട് മാച്ച് ചെയ്യാൻ വേണ്ടി ഒരുപാട് ട്രൈഡ്, ഞാൻ അതുമായി എത്തിച്ചേരാൻ വളരെയധികം ട്രൈ ചെയ്തിരുന്നു എന്ന് പറയാണ്. അതായത് ഈ അമ്മ ഭക്ഷണം കഴിക്കുന്ന പോലെ ഞാനും കഴിക്കാൻ ശീലിച്ചിരുന്നു എന്നാണ് ഡെസ്മണ്ട് മോറിസ് പറയുന്നത്. മാത്രമല്ല പറയാണ് she was kept ignoring the words of wisdom of health gurus. അതായത് ഒരു പ്രായമായിട്ടുള്ള സ്ത്രീയാണ്. അപ്പം എന്ത് ചെയ്യും, അവരോട് നമ്മൾ പറയും ഇന്നത് കഴിക്കാൻ പാടില്ല, കൊളസ്ട്രോൾ വരും, ഇന്നത് കഴിച്ചാൽ പ്രഷർ വരും, BP വരും എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഹെൽത്ത് ഗുരൂസ് അല്ലെങ്കിൽ ഡയറ്റ് എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ പറയുന്ന ഒരു കാര്യവും ഈ സ്ത്രീ കേട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും വിചാരിച്ചു എന്താണ്, ഷി വുഡ് ഡൈ യങ്, ചെറിയ പ്രായത്തിൽ തന്നെ മരിക്കുന്നു കരുതി. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം ക്രൂരമായിട്ട് തോന്നാം. കാരണം എന്താണ്, വയറ്റിൽ കിടക്കുന്ന കുട്ടി, അതായത് ഡെസ്മണ്ട് മോറിസിന്റെ മദർ അദ്ദേഹത്തെ പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഭക്ഷണം കഴിച്ചിരുന്നത്. അപ്പോൾ എന്താണ് വയറ്റിൽ കിടക്കുന്ന കുട്ടി തന്നെ ഷി വുഡ് ഡൈ യങ് എന്ന് പറയേണ്ട അവസ്ഥ. അത് കേൾക്കുമ്പോൾ വളരെ ക്രൂരമായിരിക്കാം. പക്ഷേ ഫാക്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. എന്നിട്ട് പറയാണ് ഡെസ്മണ്ട് മോറിസ്, ഈ സ്ത്രീ മരിച്ചത് 99ാമത്തെ വയസ്സിലാണ്. ഒരു ഹെൽത്ത് എക്സ്പേർട്ടിന്റെ വാക്കും സ്വീകരിച്ചില്ല, ഒരു ഡയറ്റ് പ്ലാനും ഫോളോ ചെയ്തില്ല, ഒരു ടേബിൾ എറ്റിക്സും പാലിച്ചില്ല. ഇതേ ഫ്രൈഡ് ഗ്രീസി ഫാറ്റി ഫുഡ് കഴിച്ചു. എന്നിട്ടും ഷീ ലിവ്ഡ് അപ് ടു 99th ഇയർ, അതായത് 99 ബർത്ത്ഡേ വരെ അവര് ജീവിച്ചു എന്നാണ് പറയുന്നത്. അത് നമ്മളുടെ കാഴ്ചപ്പാടിൽ ഒരു മാറ്റം വരുത്തി എന്നാണ് ഡെസ്മണ്ട് മോറിസ് പറയുന്നത്. അടുത്ത സ്റ്റാൻസ. The simple truth is that my mother had lived throughout almost the all of the 20th century without ever giving a moment of thought to what was correct to eat. She never suffered from even a momentary pang of anxiety concerning the possibility that certain food objects might be bad for her. If they tasted good, they must be good, and that was the end to it. I think it was her lack of anxiety concerning diet that kept her so fit. If you are perfectly relaxed about what you are eating, your parasympathetic nervous system rewards you by helping you digest it well. If on the other hand, you are tensely nibbling the lettuce leaf and agonizing over whether to indulge yourself with another spoonful of low-fat yogurt, the tension of your mood ill-suits the pleasure on the table. Your system rebels, and the small gains you may have made from the fashionable culinary restraints are massively outweighed by the cancer-inducing ravages of acute nervous system. അടുത്തത് പറയാണ്, ഒരു ഇതിലെ സിമ്പിൾ ട്രൂത്ത് എന്ന് പറയുന്നത് ആ 20th സെഞ്ചുറി വരെ അവർ ജീവിച്ചു എന്നുള്ളതാണ്. മനസ്സിലായല്ലോ, ഇത്രയും ഒരു കാര്യങ്ങളും പാലിക്കാണ്ടും അവർ 20th സെഞ്ചുറി വരെ, അതായത് 99 വയസ്സ് വരെ ജീവിച്ചു എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ അന്നത്തെ കാലത്തുള്ള ആൾക്കാർ ചിന്തിച്ചിരുന്നത് എന്താണ്, വാട്ട് ഗുഡ് ഫോർ ഹർ
ഇഫ് ദേ ടേസ്റ്റഡ് ഗുഡ് ദേ മസ്റ്റ് ബി ഗുഡ്. അതായത് അന്ന് കാലങ്ങളിൽ വായിക്ക് രുചിയുണ്ടോ എന്നാൽ അത് നല്ല ഫുഡാണ് എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. അതല്ലാണ്ട് ഇന്നതൊക്കെ ബാഡാണ്, ഇന്നൊന്നും കഴിക്കാൻ പാടില്ല എന്നൊന്നും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല. അവരെന്ത് ചെയ്തു, എന്താണോ വായിക്ക് രുചിയായിട്ടുള്ളത് അത് കഴിക്കാം. അതുകൊണ്ട് തന്നെ ആങ്സൈറ്റി കുറവായിരുന്നു. അതായത് നമ്മൾക്ക് ഇന്ന് എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കുമ്പോൾ കൊളസ്ട്രോൾ വരുമോ, ഷുഗർ വരുമോ എന്നുള്ള ടെൻഷനാണ്. പക്ഷേ ഈ സ്ത്രീയുടെ കാലഘട്ടങ്ങളിൽ ഒരിക്കലും ആ ഒരു ആങ്സൈറ്റി അവരുടെ മൈൻഡിൽ ഉണ്ടായിരുന്നില്ല. ഞാനിത് കഴിച്ചാൽ മരിച്ചു പോകുമോ എന്നുള്ള തിങ്കിങ് ഉണ്ടായിരുന്നില്ല. അത് തന്നെയാണ് അവരുടെ ആരോഗ്യത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത്. അതായത് ഈ മദർ തൻ്റെ കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും തൻ്റെ ഹെൽത്ത് ചീത്തയായി പോകും, ഇല്ലെങ്കിൽ എനിക്ക് രോഗങ്ങൾ വരും എന്ന് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. ഷി ഓൾവേസ് ഈറ്റ് വാട്ട് എവർ ഷീ ലൈക്ഡ്. മനസ്സിലായി? അവർക്ക് ഇഷ്ടമുള്ള എല്ലാ ഭക്ഷണങ്ങളും കഴിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവരെപ്പോഴും ഫിറ്റായിട്ട് തന്നെ കാണപ്പെട്ടു. ആങ്സൈറ്റി ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്, ദേ വെർ പെർഫെക്റ്റ്ലി റിലാക്സ്ഡ് അബൌട്ട് വാട്ട് ദേ ആർ ഈറ്റിംഗ്. അതുകൊണ്ട് തന്നെ അവർ കഴിക്കുമ്പോൾ അവർ വളരെ റിലാക്സ്ഡ് ആയിരുന്നു. ഇപ്പം നമ്മൾ ഇന്ന് കഴിക്കുമ്പോൾ എപ്പോഴും ടെൻഷൻ അടിച്ചുകൊണ്ടാണ് നമ്മൾ കഴിക്കുന്നത്. ഇത് കഴിച്ചാൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, മധുരം കഴിച്ചാൽ എന്തെങ്കിലും സംഭവിക്കുമോ, അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കൊന്നും ഡൈജസ്റ്റും ആവില്ല. അത് നമ്മളെന്താണ്, ബോഡിക്ക് തന്നെ മോശമായിട്ട് വരും. അപ്പോൾ അന്നത്തെ കാലത്ത് അങ്ങനെയുള്ള ഒരു ചിന്തയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫുഡൊക്കെ നന്നായിട്ട് ഡൈജസ്റ്റ് ആവുമായിരുന്നു. ഇന്ന് നമ്മൾ ടെൻഷൻ അടിച്ചുകൊണ്ട് ഒരു ലെറ്റ്യൂസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ബർഗറിൻ്റെ ഒക്കെ അകത്ത് ഉണ്ടാവുന്ന ഒരു തരം ഇലയാണ്. സോ ആ ലെറ്റ്യൂസ് ലീഫ് കഴിക്കുന്നത് പോലും നമ്മൾ വളരെയധികം ടെൻഷൻ അടിച്ചിട്ടാണ്. ലെറ്റ്യൂസ് കഴിച്ചാൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, ഇല്ലെങ്കിൽ യോഗട്ട് തൈര് കഴിക്കുമ്പോഴും എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ടെൻഷനോട് കൂടിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അപ്പം എന്താവും, നമ്മുടെ മൂഡ് നമ്മുടെ ഫുഡിന്റെ ടേബിളിൽ പ്ലഷർ ഇല്ലാണ്ടാക്കും. ദ ടെൻഷൻ ഓഫ് യുവർ മൂഡ് ഇൽസ്യൂട്ട്സ് ദ പ്ലഷർ ഓഫ് ദ ടേബിൾ. അതായത് നമ്മൾ ടെൻഷൻ അടിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ടെൻഷൻ എന്ത് ചെയ്യും, നമ്മുടെ ഭക്ഷണം കഴിക്കാനുള്ള ആ ഒരു ആഘോഷത്തെ അല്ലെങ്കിൽ ആ സന്തോഷത്തെ തന്നെ ഇല്ലാണ്ടാക്കും എന്നാണ് പറയുന്നത്. അപ്പം എന്ത് ചെയ്യും, നമ്മുടെ ബോഡി അതിനുമായിട്ട് റിബൽ ചെയ്യും, എന്താണ്, പ്രതിരോധിക്കും. ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് വിചാരിച്ചോ, നമ്മൾ ഓൾറെഡി തിങ്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതെൻ്റെ ബോഡിക്ക് നല്ലതല്ല. അപ്പം എന്താവും, ഇത് തമ്മിൽ കുഴപ്പങ്ങളുണ്ടാവും. അങ്ങനെ നമ്മൾക്ക് എന്താവും, ഓരോ ഡിസീസസ് ലൈക്ക് ക്യാൻസർ പോലെയുള്ള ഡിസീസസ് നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ ഫോം ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഓവർ ടെൻഷനാണ് നമ്മുടെ ഫുഡ് നമ്മുടെ ബോഡിക്ക് ചീത്തയാക്കി മാറ്റുന്നതെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് സ്റ്റാൻസ. ദർ ഇസ് എ ബ്രീഡ് ഓഫ് മോഡേൺ pontificators who feel it is their social duty to tell the rest of us what we should eat or should not eat, as though they have somehow discovered the secret of eternal life. There are two flaws in their arguments. First, they are keeping on changing them. One year it's bad to eat something, and the next year the same thing, vilified food object is suddenly discovered to be good for you. The second, all seem to overlook the fact that human species evolved as an omnivore, eating the widest possible variety of foodstuffs that was give us our special advantage over our animal rivals. And this is about only rule that one need to apply sitting down to a meal. The bigger variety of foodstuffs we can eat, but better off we will be. End of the story. Our alimentary system can easily dispose the excess unwanted matter, and varied diet will give it the chance to pick out what it needs and discard the rest. എന്താ ഇവിടെ പറയുന്നത്, അതായത് ഇന്നത്തെ പുതിയ ഡയറ്റീഷ്യൻസ് പോലെയുള്ള ആൾക്കാർ, അതാണ് പോണ്ടിഫിക്കേറ്റേഴ്സ്. അതായത് ഇന്നത്തെ എന്താണ്, നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞേക്കുന്ന ഡോക്ടേഴ്സിനേക്കാളും അറിവുണ്ട് എന്നൊക്കെ പറയുന്ന പലതരത്തിലുള്ള ആൾക്കാരുണ്ട് അല്ലേ. അവരെന്ത് ചെയ്യും, അവരുടെ സോഷ്യൽ ഡ്യൂട്ടിയാണ് നമ്മൾ എന്ത് കഴിക്കണം എന്ത് കഴിക്കണ്ടെന്ന് തീരുമാനിക്കുന്നതെന്നാണ് ഒരു വിചാരം. മനസ്സിലായല്ലോ, ഒരു പുതിയ ബ്രീഡാണ് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ കാണാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരാണ് എന്ത്, അവർ വിചാരിക്കും അവരുടെ സോഷ്യൽ ഡ്യൂട്ടിയാണെന്ത്, നിങ്ങൾ ഇന്നത് കഴിക്കണം ഇന്നത് കഴിക്കണ്ട എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, ദേ ഡിസ്കവേർഡ് ദ സീക്രട്ട് ഓഫ് എറ്റേണൽ ലൈഫ്. പോണ്ടിഫിക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണ്, വിശുദ്ധർ ഇല്ലെങ്കിൽ എന്താണ്, മാർപ്പാപ്പ എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് ദൈവത്തിന്റെ ആൾക്കാരാണ് എന്നുള്ള ഒരു രീതിയിൽ അവർ നമ്മളോട് പറയും എന്താണ്, നിങ്ങൾ ഇത് കഴിക്കണം ഇത് കഴിക്കരുത് എന്ന് പറയും. അപ്പൊ എന്ത് ചെയ്യും, അവര് തന്നെ പറയാണ്, ദേ ഹാവ് സം ഹൗ ഡിസ്കവേർഡ് ദ സീക്രട്ട് ഓഫ് എറ്റേണൽ ലൈഫ്.
അവരുടെ വർത്തമാനം കേട്ടാൽ തോന്നും അവർ സ്വർഗത്തിലേക്കുള്ള വഴിയൊക്കെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന ആളാണെന്ന് നമുക്ക് തോന്നും. ഇങ്ങനെ പറയുന്നവരിൽ 2 തെറ്റുകളാണ് ഉള്ളത്. ദർ ആർ 2 ഫ്ലോസ് ഇൻ ദെയർ ആർഗ്യുമെന്റ്. ഫസ്റ്റ് വൺ, ദേ കീപ്പ് ഓൺ ചേഞ്ചിങ് ദം. എന്താണ് ഇവർ ഇങ്ങനെയുള്ള ആൾക്കാർ പറയുന്നതിൽ 2 മിസ്റ്റേക്കുകളാണ് ഉള്ളത്. ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഒരു ഫുഡ് ഡയറ്റീഷ്യൻ അല്ലെങ്കിൽ ചില ഡോക്ടേഴ്സ് പറയും ഇന്ന ഫുഡ് ശരീരത്തിന് മോശമാണ്, ഇത് കഴിക്കരുത്. നെക്സ്റ്റ് ഇയർ അതേ കാര്യം അടുത്ത വർഷം അവർ പറയും ഇത് കഴിച്ചാൽ നല്ലതാണ്, ഇത് പല പരീക്ഷണങ്ങളിലൂടെയും കണ്ടെത്തിയിട്ടുണ്ട്, നല്ലതാണ് ശരീരത്തിന് എന്ന് പറയും. ഇങ്ങനെ ഒരു വിഭാഗത്തെ നമ്മളൊക്കെ കാണാറുണ്ട്. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, we all seem to overlook the fact that human species evolved as omnivore. അതായത് നമ്മൾ മിശ്ര ബുക്കുകളാണ് അല്ലേ. അതായത് നമ്മൾ എല്ലാ ഭക്ഷണങ്ങളും കഴിച്ചാണ് ഇവോൾവ് ചെയ്തിരിക്കുന്നത്. പണ്ടുള്ള മനുഷ്യൻ എന്തായിരുന്നു, പച്ച മാംസം കഴിച്ചു, പിന്നീട് തീ കണ്ടുപിടിച്ച് അത് വേവിച്ച് കഴിക്കാൻ തുടങ്ങി. പിന്നീട് ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും മാറി മാറി മാറിയാണ് ഹ്യൂമൻ സ്പീഷീസ് ഫുഡ് കഴിക്കുന്ന ശീലങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ചിലപ്പോഴൊക്കെ ഈ പറയുന്ന ആൾക്കാർ മറന്നു പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ എന്താണ്, നമ്മൾ ഡേ ബൈ ഡേ പുതിയ പുതിയ മീലുകൾ നമ്മൾ പരീക്ഷിക്കുന്നു, കഴിക്കുന്നു. ഓക്കെ, end of the story, our elementary system can easily dispose of excess unwanted matter, and varied diet will give it a chance to pick out what it is needed and discard the rest. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നമ്മുടെ ശരീരത്തിലെ എലിമെൻ്ററി സിസ്റ്റത്തിന്, അതായത് നമ്മൾ കുടലുകൾ ഒക്കെ നമ്മുടെ ദഹന വ്യവസ്ഥക്ക് അറിയാം എന്ത് സ്വീകരിക്കണം എന്ത് കളയണം എന്നുള്ളത്. അപ്പോൾ എന്താണോ ശരീരത്തിന് വേണ്ടത് അത് എടുത്തിട്ട് ബാക്കി ഏത് വേസ്റ്റ് ആണെങ്കിലും അത് പുറത്തു പോകുന്നതാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാൻസ. If it is simple, then why do so many people today suffer from obesity, indigestion, and various diet deficiencies? The answer lies in our lifestyle. If we are inactive, we should be less hungry and therefore eat less. But so many of the inactive urbanites of modern times also happen to bundles of nervous tension and anxiety. If they feed themselves when they are in this state, their automatic nervous system will be in the wrong mode for good digestion. Worse still, they may start comfort eating to an alarming degree, not because they are hungry but because they are stressed. Food should be savored, relished, enjoyed and digested leisure. അതായത് അപ്പോൾ ഇത്രയൊക്കെ ആണെങ്കിലും നമ്മൾ വേണ്ടതൊക്കെ കഴിക്കുന്നുണ്ട്, നമ്മൾ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്, എന്നാലും എന്തുകൊണ്ടാണ് ആളുകൾക്ക് ഇൻഡൈജഷൻ അല്ലെങ്കിൽ ഒബീസിറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്? ഒബീസിറ്റി പറഞ്ഞാൽ എന്താണ്? അതായത് ഇങ്ങനെ വളരെയധികം തടിക്കുന്ന അവസ്ഥ, തടിച്ച് പോകുന്ന അവസ്ഥയാണ് ഒബീസിറ്റി. വണ്ണം വെക്കുക എന്നുള്ള അർത്ഥമാണ്. ഇൻഡൈജഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദഹിക്കാണ്ട് കിടക്കുക. അതായത് ഫുഡ് നമ്മൾ കഴിച്ചൊന്നും ദഹിക്കാണ്ട് ഇങ്ങനെ തന്നെ ഉണ്ടാവുന്ന അവസ്ഥ. ഇങ്ങനെയുള്ള പല അസുഖങ്ങളും ഇന്ന് ഉണ്ടാവുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. അപ്പം അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ അവർ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ജീവിത രീതിയാണ് ഇതിന് കാരണം. എന്തുകൊണ്ടാണ്? ജീവിത രീതി, ഇന്ന് നമ്മൾ വളരെയധികം ഭക്ഷണം കഴിക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇങ്ങനെ ഇരിക്കും, നമ്മൾ ഇനാക്റ്റീവായിട്ട് ഇരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഹംഗ്രി, നമുക്ക് വിശപ്പ് കുറവായിരിക്കും. കാരണം എനർജി റിലീസായാലല്ലേ നമ്മൾക്ക് വിശക്കുള്ളൂ. പക്ഷെ എന്താവും? ഹംഗ്രി ഉണ്ടാവില്ല. നമ്മൾ ഇനാക്റ്റീവ് ആവുമ്പോൾ ഹംഗ്രി ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ഭക്ഷണം കഴിക്കും. ഓക്കെ, ഇല്ലെങ്കിൽ അതേപോലെ തന്നെ നമ്മൾ ഭക്ഷണം കുറക്കും. ഇങ്ങനെ കുറക്കുകയോ കൂട്ടുകയോ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇന്നത്തെ സമൂഹത്തിൽ ഇത് നമ്മളുടെ ഇടയിൽ ആങ്സൈറ്റി, ടെൻഷൻ ഇതുപോലെയുള്ള കാര്യങ്ങളും കൂടി ഉണ്ടാവുന്നുണ്ട്. അർബനൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഗരങ്ങളിൽ ജീവിക്കുന്ന, എപ്പോഴും സ്ട്രെസ്ഡ് ആയിട്ട് ജീവിക്കുന്ന അല്ലേ. നമ്മൾ ഇന്ന് എല്ലാവർക്കും ടെൻഷൻ ഉണ്ട്. എന്തിനാണ് ടെൻഷൻ എന്നറിയില്ല, എന്നാലും ടെൻഷൻ കാരണം നമ്മൾ മര്യാദയ്ക്ക് ഫുഡ് കഴിക്കില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്തുണ്ടാവും? ഡൈജഷൻ സ്ലോ ആവും. ഡൈജഷൻ സ്ലോ ആവുമ്പോൾ എന്താവും? നമ്മുടെ നെർവസ് സിസ്റ്റം വീക്ക് ആവും. ഇങ്ങനെ നമ്മൾ ഫുഡ് എപ്പോഴും ഇൻഡൈജസ്റ്റ് ആയിട്ടും ഒബീസായിട്ടും മാറാനും കാരണമാവും. നമ്മൾക്ക് വിശപ്പ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. കാരണം എന്താണ്? നമുക്ക് സ്ട്രെസ് ഉള്ളതുകൊണ്ടാണ്. പക്ഷെ ലാസ്റ്റ് പറയാണ്, ഫുഡ് ഷുഡ് ബി സേവേർഡ്, റിലീഷ്ഡ്, എൻജോയ്ഡ് ആൻഡ്
ഡൈജസ്റ്റഡ് അറ്റ് ലെഷർ. അതായത് നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴെങ്കിലും അത് ആസ്വദിച്ച് കഴിക്കാനും ഇഷ്ടപ്പെട്ട് കഴിക്കാനും എൻജോയ് ചെയ്ത് കഴിക്കാനും അതുപോലെ തന്നെ അതിൻ്റെതായ ഡൈജഷൻ്റെ ടൈം നമ്മൾ കൊടുക്കണം എന്നാണ് പറയുന്നത്. ലാസ്റ്റ് ഇനിയൊരു സ്റ്റാൻസ കൂടി പറയാണ്. In the West, today we have a better range of foods available to us than at any time in the history of human species. Much of this food is greatly improved, which compared to the primeval equivalent. Despite recent scare stories about genetics interfering with our foods, we have in reality the genetically modifying them for about 10,000 years. That is agricultural does. It takes a wild food then starts improving by selective breed, and we have been benefiting from this process ever since man first put a plow to the field. അതായത് വെസ്റ്റിലൊക്കെ ഇന്നൊക്കെ എന്താണ് മനുഷ്യൻ്റെ ഫുഡ്, അതായത് അതിൻ്റെയൊക്കെ വളരെ ബെറ്റർ ആയിട്ടുള്ള റേഞ്ച് ഓഫ് ഫുഡ്സ് നമുക്ക് കാണാൻ പറ്റും. പണ്ടൊക്കെ വെറും ഒരു പാലാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് പാലിൽ പലതരത്തിലുള്ള ടേസ്റ്റുകൾ, ഫ്ലേവറുകൾ, പ്രോട്ടീൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ ഓരോ കാലം കഴിയുമ്പോഴും ഫുഡുകളൊക്കെ വളരെയധികം ഇമ്പ്രൂവ് ആവുന്നുണ്ട്. പണ്ട് കാലത്തുണ്ടായിരുന്ന ഫുഡും ഇന്നത്തും കമ്പയർ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. പക്ഷെ എന്നാലും നമ്മൾ സ്കേറി സ്റ്റോറീസ്, പലതരത്തിലുള്ള കഥകളും ഇതിനെക്കുറിച്ച് കേൾക്കാറുണ്ട്, ഭക്ഷണത്തെക്കുറിച്ച് കേൾക്കാറുണ്ട്. ഇതൊക്കെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ എന്താണ്, ഫുഡ് എപ്പോഴും വളരെ നല്ല കാര്യമാണ്. മാത്രമല്ല എന്താണ്, ഇതെല്ലാം ചെയ്യുന്നത് അഗ്രികൾച്ചറിലൂടെയാണ് അല്ലേ. വൈൽഡായിട്ടുള്ള ഫുഡുകൾ, കാട്ടിൽ നിന്നൊക്കെ പണ്ടൊക്കെ ശേഖരിച്ചിരുന്ന തേനൊക്കെ ഇന്ന് നമ്മൾ വീട്ടിലൊക്കെ വളർത്താൻ തുടങ്ങി. ഏറ്റവും നല്ല ബ്രീഡുകളെ സെലക്ട് ചെയ്ത് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ നമ്മൾ എന്താണ്, കൃഷി ചെയ്യാനൊക്കെ തുടങ്ങുന്നത് ഇങ്ങനെയാണെന്നാണ് പറയുന്നത്. അടുത്തത്, it is worth asking why, if we are such devoutly omnivorous creatures, we have so many food taboos. Why do we people refuse eat pigs, cattle or shellfish or insects or horses in extreme cases? In kind of animal food, there are two answers. One has to do with the totems and with the other with the poisons. From ancient times, it became a local custom to select a particular animal as a tribal mascot, an emblem, a god figure, a totem, and to protect it. This protection included not eating it. If the animal in the question was a ibis or a falcon, there was a ham done with the human diet. But when it happened to be the basic items such as pork or beef, then whole culture was denying itself an important potential food source. അടുത്ത കാര്യം ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാ വസ്തുക്കളും കഴിക്കുന്ന മിശ്ര ബുക്കുകളാണെന്ന് നമുക്കറിയാം. എന്നിട്ടും ചില നാടുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, പന്നി കഴിക്കില്ല, ഇല്ലെങ്കിൽ എന്താണ് ആട് അത് കഴിക്കില്ല, പശു കഴിക്കില്ല, ഷെൽഫിഷ് ആയിട്ടുള്ള ക്രാബ് അതുപോലെയുള്ള വസ്തുക്കൾ കഴിക്കാത്ത നാടുണ്ട്, ഇൻസെക്ട്സിനെ കഴിക്കാത്ത നാടുകളുണ്ട്, ഹോസസ് അതായത് കുതിരകൾ തുടങ്ങിയ ഇങ്ങനെയുള്ള ചില മൃഗങ്ങളെയൊക്കെ നമ്മൾ ഒഴിവാക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അത് രണ്ട് ഉത്തരവുണ്ടെന്നാണ് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് അതിൽ വിഷം ഉണ്ടാവാം എന്നുള്ള ഒരു കാര്യമാണ്, അതായത് ചില ഭക്ഷണങ്ങളിൽ വിഷം ഉണ്ടാവാന്നുള്ള ഒരു കാര്യമാണ്. രണ്ടാമത്തേന്ന് പറയുന്നത് ആൻഷ്യൻ ടൈംസിൽ, അതായത് പഴയ കാലങ്ങളിലൊക്കെ ഒരു വിശ്വാസം നിലനിന്നിരുന്നു. അതായത് ചില മൃഗങ്ങൾ ദൈവത്തിന്റെ സിമ്പിൾസ് ആയിട്ട് കരുതപ്പെടുന്നു അല്ലേ. ഇപ്പൊ ഹിന്ദുസിലാണെങ്കിൽ പശു എന്ന് പറയുന്നത് എന്താണ്, ഇങ്ങനെ അതിനെ മാറ്റി നിർത്താറുണ്ട്, അതിനെ ഉപയോഗിക്കാറില്ല. കാരണം എന്താണ്, അത് ദൈവികമായിട്ടുള്ള കാര്യമാണ്. ഇല്ലെങ്കിൽ അങ്ങനെ ഇപ്പോൾ ക്രിസ്ത്യൻസ് ആണെങ്കിൽ പല ഭക്ഷണങ്ങളും ഒഴിവാക്കും. അതുപോലെ മുസ്ലിംസ് ആണെങ്കിൽ പന്നിയിറച്ചി കഴിക്കില്ല. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ റീസൺ ആയിട്ട് പറയുന്നത് ആ വസ്തു, ആ ഒരു ജീവിയെങ്കിലും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് എല്ലാ ജീവികളെയും നമ്മൾ കൊന്നു തിന്നാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ശരിയാവോ? അതുകൊണ്ടാണ് നമ്മൾ കൾച്ചറിന്റെ തന്നെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതെന്നാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം. അടുത്ത പാരഗ്രാഫ്, aiding and abetting these totemic taboos was a deep-seated human fear of being poisoned. Many plants and animals have protected themselves from the attacks of predators by becoming poisonous or foul-tasting. Our ancient ancestors countered that the natural caution of this caution that can be exploited all too easily, even where it is not appropriate if the people belong to a culture that will not eat.
say pork, they will convince themselves that the hot climates pork is dangerous to eat. They ignore in the fact that hot country cultures pigs are considered a delicacy, and they continue to prey on their own primeval fears of poisoning to keep their taboo alive. അതായത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മാറ്റി നിർത്തുന്നതിലും ഒക്കെ എന്താണ് ഒരു ഫിയർ ഓഫ് ബീങ് പോയ്സൺഡ്, വിഷം നമ്മുടെ ശരീരത്തിൽ കടന്നു പോകുമോ എന്നുള്ള ഒരു എന്താണ് ആഴത്തിലുള്ള ഒരു പേടി നമ്മളുടെ എല്ലാം ഉള്ളിലുണ്ട് എന്നാണ് പറയുന്നത്. ചില മൃഗങ്ങളും ചില ജീവികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി, അവരുടെ തന്നെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവ പോയ്സണസ് ആവാറുണ്ട്, ഇല്ലെങ്കിൽ ഫോൾ ടേസ്റ്റിംഗ് ആയിട്ട് മാറാറുണ്ട്. ഫോൾ ടേസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ രുചിയില്ലായ്മയുള്ള അങ്ങനെ മാറാറുണ്ട്, ഫോൾ ടേസ്റ്റിംഗ് ഒക്കെ ആയിട്ട് മാറാറുണ്ട്. അപ്പോൾ അതൊരു നാച്ചുറൽ എന്താണ് കോഷൻ, അല്ലെങ്കിൽ നമുക്കൊരു അപായ സൂചനയായിട്ട് അത് മാറാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യില്ല, അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യില്ല, അതിനെ ഇല്ലാണ്ടാക്കാൻ നമ്മൾ പെട്ടെന്ന് ശ്രമിക്കില്ല. മനസ്സിലായല്ലോ? ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലാത്ത ഇപ്പോൾ ഒരു ചെടിയുണ്ട്, ഞാൻ ഒരു മധുരം ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അത് കഴിക്കും. അതേസമയം അതൊരു ടേസ്റ്റ് ഇല്ലാത്ത, അല്ലെങ്കിൽ അത് ഒരു മോശം ടേസ്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പോയ്സണസ് ആണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളത് കഴിക്കില്ല. സോ അത് നമ്മുടെ കൾച്ചറിന്റെ ഭാഗമായിട്ട് മാറും. നമ്മുടെ കൾച്ചർ പ്രകാരം ചില ആൾക്കാർ എന്ത് ചെയ്യില്ല, ചിലത് കഴിക്കില്ല. എന്തുകൊണ്ടാണ്? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പോർക്ക് എന്ന് പറയുന്നത് എന്ത് ചെയ്യില്ല, നമ്മൾ ഹോട്ട് ക്ലൈമറ്റ്സിൽ കഴിക്കാറില്ല. അതേസമയം എന്താണ്, അത് ഡേഞ്ചറസ് ആണെന്ന് പറയും. സെയിം ടൈം ഹോട്ട് കൺട്രീസ് ആയിട്ടുള്ള അവിടെ എന്താണ്, പിഗ് വളരെയധികം ഉപയോഗിക്കുന്ന വസ്തുവായിരിക്കും. ഓക്കെ, അത് വളരെയധികം ഡെലിക്കസി ആയിട്ട് പോകുന്നുണ്ടാവാം. അത് അങ്ങനെ തുടർന്ന് പോകും. ചില സമയത്ത് നമ്മൾ നമ്മുടെ മുൻ കാലഘട്ടങ്ങളിൽ അതൊക്കെ എന്താണ് പോയ്സണിങ് ആണെന്ന് കരുതിയിരുന്നെങ്കിലും പിന്നീട് അത് മാറുന്നതായിട്ട് നമുക്ക് കാണാം. It is the same ancient fear of poisoning that comes to aid the modern day misery makers, and they tell us we should not eat certain food because they will damage our health. We irrationally keen to accept the views because they fit neatly into the corner of our brain reserved for protection from poisoning. Even as we defy them and enjoy another unit of salt, sugar, fat, red meat, or whatever is currently frowned upon, on the tiny black cloud of worrying floating in the blue sky of our pleasure, the anxiety makers have scored again. എന്താ പറയുന്നത്? അതായത് ഈ പോയ്സണിങ് ഉണ്ടാവും എന്നുള്ള കാര്യം നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും അല്ലേ, ആൻഷ്യൻ ടൈം തൊട്ടേ ഉണ്ട്. എന്നാൽ പുതിയ കാലഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള ആൾക്കാരെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ആൾക്കാർ എന്ത് ചെയ്യും, നമ്മളോട് പറയും ഇത് കഴിക്കരുത്, അത് നമ്മുടെ ഡാമേജ് ആക്കും, ഹെൽത്തിനെ ഡാമേജ് ആക്കും എന്ന് പറയും. ഇത് നമ്മൾ എന്ത് ചെയ്യും, ശരിയാണോ തെറ്റാണോ എന്ന് പോലും നോക്കാതെ ഇറാഷണലി നമ്മൾ എന്ത് ചെയ്യും, അത് നമ്മുടെ ഒരു ബ്രെയിൻ്റെ മൂലക്ക് എടുത്തു വെക്കും. എന്നിട്ടോ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും, ഇത് കഴിച്ചാൽ ഇങ്ങനെയാവോ എന്ന് ഓർത്ത് നമ്മൾ എന്ത് ചെയ്യും, സോൾട്ടും ഷുഗറും ഫാറ്റും റെഡ് മീറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ വറി ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഈ കറുത്ത മേഘം, അതായത് നമ്മുടെ ഈ പോയ്സണിങ് എന്നുള്ള ആ ഒരു തിങ്കിങ് എന്ത് ചെയ്യും, നമ്മുടെ ബ്രെയിനിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പ്ലഷറിൻ്റെ, നമ്മുടെ സന്തോഷത്തിൻ്റെ ഇടയിൽ ഈ മേഘം ഇങ്ങനെ ഒഴുകി നടക്കും. അപ്പം ആങ്സൈറ്റി മേക്കേഴ്സിന് എന്തായി, അവർ ഹാപ്പിയായി, അവർ വീണ്ടും ഇത് പറഞ്ഞുകൊണ്ടിരിക്കാൻ തുടങ്ങും. മനസ്സിലായല്ലോ? അപ്പം ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളോട് പറയുന്ന ഇത്തരത്തിലുള്ള ആൾക്കാർക്കൊരു ഓക്കെ ഞങ്ങൾ പറഞ്ഞത് ആൾക്കാർ വിശ്വസിക്കുന്നുണ്ടെന്നുള്ളൊരു തോന്നലുണ്ടാവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ ഈ വിഷം ഉണ്ടാവോ ഇല്ലെങ്കിൽ ഇത് കഴിച്ചാൽ മോശമായി പോകുമോ എന്നുള്ള ആ ഒരു കറുത്ത മേഘം നമ്മുടെ തലക്ക് ചുറ്റും, ഇല്ലെങ്കിൽ നമ്മളെ ടെൻഷൻ അടുപ്പിക്കുന്നതായിട്ട് ഇരിക്കും. One answer, of course, is definitely proclaim oneself in our favor of short life and a merry one. Then if having fun leads to a longer span of years, one can always enjoy the extra time as an unexpected bonus. Personally, I expected, purely on statistical grounds, to die 10 years ago, and I made sure that in the short time I had available, I tried every dish known to cooks at least once. Something has gone wrong with my prediction because I am still alive, and I have a feeling that the part of reason could be that I have managed to maintain a deep disrespect for all the health police and the faddist gurus and diet fascists who plague our bookstores, radio stations and news agents. അതായത് അപ്പം ഇത്തരത്തിലുള്ള ചിന്തകൾക്ക് എതിരായിട്ട്, ഇല്ലെങ്കിൽ അതിനൊരു ഉത്തരമായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഡെസ്മണ്ട് മോറിസ് പറയാണ്,
എന്താണ് നമ്മളെല്ലാവരും ഷോർട്ട് ലൈഫാണ് ആഗ്രഹിക്കുന്നത്, അല്ലെ? നമ്മുടെ എല്ലാ ലൈഫ് വളരെ ഷോർട്ടാണ്, ഹാപ്പിയർ ആണ്. അപ്പോൾ നമ്മളെന്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫ് കേട്ടുകൊണ്ട് നമ്മളെന്താണ് ലൈഫ് നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ അതെന്താണ് ഒരു അൺഎക്സ്പെക്റ്റഡ് ബോണസാണ്. നമ്മളോട് പറയുന്നത് നിങ്ങൾ ഷുഗർ പ്രൊഡക്ട്സ് കഴിച്ചാൽ ഇല്ലെങ്കിൽ മീറ്റ് പ്രൊഡക്ട്സ് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രാമത്തെ വയസ്സിൽ മരിക്കുന്നു നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ, എന്നിട്ടും നമ്മളതൊക്കെ കഴിച്ചിട്ടും കുറേ കാലം കൂടി ജീവിക്കുകയാണെങ്കിൽ അതെന്താണ് ഒരു എക്സ്ട്രാ ബോണസ് ആണ്, ഇല്ലെങ്കിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ബോണസ് ആണെന്നാണ് ഡെസ്മണ്ട് മോറിസ് പറയുന്നത്. മാത്രമല്ല പറയാണ്, ഞാൻ എക്സ്പെക്ട് ചെയ്തത്, അതായത് അദ്ദേഹം എക്സ്പെക്ട് ചെയ്തത് ശരിക്കും സ്റ്റാറ്റിസ്റ്റിക്കൽ ബേസിക്സിൽ, അതായത് കണക്കുകൾ പ്രകാരം അദ്ദേഹം വിചാരിച്ചത് അദ്ദേഹം മരിച്ചിട്ട് ഇപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞിരിക്കും എന്നാണ്. അതായത് കണക്കുകൾ പ്രകാരം അദ്ദേഹം ഇതൊക്കെ കഴിക്കുന്നുണ്ട്, എല്ലാ ഫുഡുകളും കഴിക്കുന്ന അദ്ദേഹം ഒരു ഡയറ്റ് പ്ലാനും ഫോളോ ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തി സ്റ്റാറ്റിസ്റ്റിക്കൽ ബേസിൽ ഈ സമയത്ത് മരിച്ചിട്ട് 10 വർഷം കഴിഞ്ഞിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് അദ്ദേഹം ഇതൊക്കെ ഫോളോ ചെയ്യാണ്ട് നടന്നിരുന്നെങ്കിൽ മരിച്ചിട്ടിപ്പോൾ 10 വർഷം ആയനെന്നാണ് പറയുന്നത്. പക്ഷേ എന്താണ് അദ്ദേഹം പറയാണ്, ഐ മെയ്ഡ് ഷുവർ ദാറ്റ്, ഞാൻ ഉറപ്പ് വരുത്തിയിട്ടുണ്ട്, ഇപ്പം എന്താണ് വളരെ ഷോർട്ട് ലൈഫാണ്, ഞാൻ എല്ലാ ഡിഷുകളും കുക്ക് ചെയ്തിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്, മാത്രമല്ല എനിക്കിതുവരെ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല, എൻ്റെ പ്രഡിക്ഷൻ ഇതുവരെ റോങ് ആയിട്ടില്ല എന്നാണ്. സോറി, എൻ്റെ പ്രഡിക്ഷൻ എന്തായിരുന്നു? പ്രഡിക്ഷൻ മുന്നേ മരിച്ചു പോകുന്നുള്ള, പക്ഷെ അത് എന്ത് ചെയ്തില്ല, ഗോൺ റോങ്, അത് തെറ്റായിട്ട് മാറി, അദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കുകയാണ് എന്ന് പറയാണ്. അപ്പോൾ നമ്മളിങ്ങനെ എന്താണ് ഒരു ഡയറ്റ് ഗുരൂസിനെയും ഫാഡിസ്റ്റ് ഗുരൂസിനെയും ഡയറ്റ് ഫാസിസ്റ്റുകളെയും ഒന്നും വിശ്വസിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ എന്താണ് പ്ലേഗ് പോലെ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ നമ്മളിൽ ഏൽപ്പിക്കുന്ന പ്ലേഗ്, ഈ വിശ്വാസങ്ങളെ, അതായത് നമ്മൾ ഇന്നതൊക്കെ കഴിച്ചാൽ ഇന്നതൊക്കെ വരും എന്നുള്ള ആ ഒരു ചിന്ത, അതിനൊരു പ്ലേഗ് രോഗമായിട്ടാണ്, അതായത് പകർച്ചവ്യാധിയായിട്ടാണ് ഇവിടെ പറയുന്നത്. അത് നമ്മുടെ ബുക്സുകളിലും റേഡിയോ സ്റ്റേഷൻസിലും ന്യൂസ് ഏജൻസിലൊക്കെ നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റും. അതാണ് ഇവിടെ പറയുന്നത്. ലാസ്റ്റ് സ്റ്റാൻസ. When my mother was dying, I just trying to avoid putting the queen to the trouble of sending her a telegram, as she expressed it. I asked her if there was anything she wanted, a gin and a tonic, she whispered. I had to feed it for her, through a straw if you got to go. You might as well as go with the swing, she said. Where food and drink is concerned, you might as well as stay with the swing. എന്നിട്ട് പറയാണ് ഇദ്ദേഹം ലാസ്റ്റായിട്ട് ഒരു തമാശ രൂപേണ പറയാണ്, ഇൻ കേസ് മൈ മദർ വാസ് ഡെഡ്, അതായത് അദ്ദേഹത്തിൻ്റെ മദർ മരിക്കുകയാണെങ്കിൽ അദ്ദേഹം ക്യൂൻ വിക്ടോറിയക്ക് ഒരു ലെറ്റർ അയച്ചേനെ, അല്ലെങ്കിൽ ടെലഗ്രാം അയച്ചേനെ, എന്നാണ് നിങ്ങളുടെ അന്നത്തെ ഭക്ഷണശീലക്കാരനാണ് എൻ്റെ മദർ മരിക്കുന്നത് എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ. പക്ഷേ ലാസ്റ്റ് വെൻ ഷീ ടൈം ഓഫ് ഡെത്ത് എന്താണ് ആ സ്ത്രീ, ആ മദർ മരിക്കുന്ന സമയത്ത് പോലും ആ സ്ത്രീ ചോദിച്ചത് എ ജിൻ ആൻഡ് എ ടോണിക്, അതായത് ഒരു മദ്യമാണ്, അതാണ് അവർ ചോദിച്ചതെന്നാണ് പറയുന്നത്. അവരെ സ്ട്രോയിലൂടെ കൊടുക്കേണ്ട അവസ്ഥയായിരുന്നു എനിക്കെന്ന് പറയാണ്. സോ ആസ് വെയർ ദ ഫുഡ് ആൻഡ് ഡ്രിങ്ക് ഈസ് കൺസേൺഡ്, യു മൈറ്റ് ആസ് വെൽ സ്റ്റേ വിത്ത് എ സ്വിങ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവർ വളരെയധികം ആരോഗ്യവതിയായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? നമ്മൾ എന്ത് ഫുഡ് ഹാബിറ്റ്സ് ആണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് കഴിക്കുക, വിത്ത് പ്ലഷർ, സന്തോഷത്തോടു കൂടി കഴിക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മെസ്സേജ്.